ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ നടൻ ജയറാം ഇഡി ചോദ്യം ചെയ്യലിന് ഹാജരായി. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധം ഇഡി ചോദിച്ചറിയും. സ്വർണം ഗോവർദ്ധൻ എത്തിച്ചു നൽകിയ കൽപേഷും ഇഡി ഓഫീസിൽ ചോദ്യം ചെയ്യലിന് ഹാജരായി. അതേസമയം ദേവസ്വം ബോർഡിന്റെ തീരുമാനപ്രകാരമാണ് എല്ലാ തീരുമാനവും എടുത്തതെന്ന് ബോർഡ് മുൻ സെക്രട്ടറി എസ് ജയശ്രീ മൊഴി നൽകി. ഇഡിയുടെ സമൻസ് പ്രകാരമാണ് നടൻ ജയറാം ചോദ്യം ചെയ്യലിന് ഹാജരായത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ജയറാമിനുള്ള ബന്ധം, പോറ്റിയും ജയറാമും തമ്മിൽ സാമ്പത്തിക ഇടപാടുകളുണ്ടോ, ഏതു സാഹചര്യത്തിലാണ് ജയറാമിന്റെ വീട്ടിൽ സ്വർണ്ണപ്പാളികൾ വെച്ച് പൂജ നടത്തിയത് തുടങ്ങിയ കാര്യങ്ങളാണ് ഇഡി അന്വേഷിക്കുന്നത്. 50 വർഷമായി ശബരിമലയിൽ പോകുന്ന ഭക്തനാണ് താനെന്നും ആരെങ്കിലും കള്ളത്തരം ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ശിക്ഷിക്കപ്പെടട്ടെ എന്നും ഇഡി ഓഫീസിലേക്ക് കയറും മുൻപ് ജയറാം പറഞ്ഞു. എന്നിൽ നിന്നും ഇവർക്ക് എന്തെങ്കിലും ഉപകാരപ്രദമായ രണ്ട് കാര്യങ്ങൾ കിട്ടുകയാണെങ്കിൽ അത് നല്ലതല്ലേ. നമുക്ക് 50 വർഷത്തിന് മുകളിലായിട്ട് ശബരിമലയ്ക്ക് പോകുന്ന ഭക്തനാണ് ഞാൻ. അപ്പോൾ എന്റെയും കൂടി കടമയാണ്. വല്ലവരും കുടുങ്ങാനുണ്ടെങ്കിൽ അവരും കുടുങ്ങട്ടെ, അല്ലെങ്കിൽ അയ്യപ്പൻ വെറുതെ വിടുക അവരൊക്കെ. ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ വേർതിരിച്ചെടുത്ത സ്വർണം ഗോവർദ്ധന് എത്തിച്ചു നൽകിയ സ്വർണ്ണക്കട ജീവനക്കാരൻ കൽപേഷും ഇഡി ഓഫീസിൽ ഹാജരായി. ഇന്നലെ ഇഡിക്ക് മുന്നിൽ ഹാജരായ ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി ജയശ്രീയുടെ മൊഴി ബോർഡ് അംഗങ്ങളെ കുരുക്കുന്നതാണ്. ദേവസ്വം ബോർഡ് അംഗങ്ങൾ നിർദ്ദേശിച്ച കാര്യങ്ങൾ മാത്രമാണ് താൻ ചെയ്തതെന്നും സ്വന്തമായി തീരുമാനങ്ങൾ എടുത്തിട്ടില്ലെന്നും ജയശ്രീ മൊഴി നൽകി. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധമില്ല, സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടായിട്ടില്ലെന്നും ജയശ്രീ മൊഴി നൽകിയിട്ടുണ്ട്. ഈ മൊഴി അന്വേഷണ സംഘം വിശ്വാസത്തിലെടുത്തിട്ടില്ല. ജയശ്രീയുടെ സാമ്പത്തിക ഇടപാടുകളുടെ രേഖകളും ആസ്തിവിവര കണക്കുകളും ഇഡി പരിശോധിക്കും. മീഡിയ 1 കൊച്ചി.